തോൽവിയില് CPM-ന്റെ സ്ഥാനാർത്ഥി നിർണയത്തില് ജാഗ്രത കുറവുണ്ടായെന്ന് MA ബേബി തുറന്നടിച്ചിട്ടുണ്ടല്ലോ. ഇത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയല്ലേ? എന്തു തോന്നുന്നു അഭിരാമിക്ക്? പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ മാസ്റ്റർക്കെതിരായ പ്രതികരണം മാത്രമല്ല, പിണറായി വിജയനെതിരായ CPM ദേശീയ ജനറൽ സെക്രട്ടറിയുടെ നിലപാട് കൂടിയായാണ് ഞാൻ ഈ ഒരു തുറന്നു പറച്ചിലിനെ വിലയിരുത്തുന്നത്. കാരണം CPM സ്ഥാനാർത്ഥി നിർണയം യഥാർത്ഥത്തിൽ നടത്തിയത് ഈ രണ്ട് നേതാക്കൾ ചേർന്നാണ്. ഈ ജില്ലാ ഘടകങ്ങളുടെയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെയും വികാരം മാനിക്കാതെ എടുത്ത സ്ഥാനാർത്ഥി നിർണയമാണ് ഇത്തവണ CPM-ൽ ഉണ്ടായിരിക്കുന്നത്. ഇതൊരു ഏകാധിപത്യ പ്രവണത കൂടിയാണ് എന്ന് പറയാനും എനിക്കൊരു മടിയുമില്ല. അതേസമയം തന്നെ ഇപ്പോൾ ഇങ്ങനെ തുറന്നു പറയാൻ ധൈര്യം കാണിച്ച MA ബേബി ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തെ തിരുത്താൻ അനിവാര്യമായ ഘട്ടത്തിൽ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല എന്നതും പറയാതിരിക്കാൻ കഴിയില്ല. ഈ സീതാറാം യെച്ചൂരി ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനൊരവസ്ഥ CPM-ന് ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. ഈ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാർട്ടിക്ക് ജാഗ്രതാ കുറവ് ഉണ്ടായിട്ടുണ്ടെന്നും പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥിത്വങ്ങളെ കുറിച്ച് ഉയർന്ന വിമർശനങ്ങൾ പാർട്ടി പരിശോധിക്കുമെന്നും പറയുന്ന ഈ MA ബേബി CPM ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എന്ത് നടപടിയാണ് തനിക്ക് മുമ്പിൽ വന്ന പരാതികളിൽ സ്വീകരിച്ചത് എന്നതും വ്യക്തമാക്കേണ്ടതുണ്ട്. ബേബി ചൂണ്ടിക്കാണിച്ച കണ്ണൂർ ജില്ലയിലെ 2 മണ്ഡലങ്ങളിൽ മാത്രമല്ല, മറ്റ് പല മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടും പാർട്ടിക്കുള്ളിൽ പരാതി ഉയർന്നിട്ടുണ്ട്. എന്തിനേറെ ഈ പിണറായി വിജയൻ വീണ്ടും മത്സരിച്ചാൽ തിരിച്ചടിയാകുമെന്ന ആശങ്കയും CPM-നകത്ത് വ്യാപകമായിരുന്നു. എന്നിട്ടും അനങ്ങാപ്പാറ നയമാണ് CPM കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചിരുന്നത്. ഇതിനൊക്കെ കൂടിയുള്ള തിരിച്ചടിയാണ് ഇപ്പോഴത്തെ വമ്പൻ തോൽവി എന്നതാണ് എൻ്റെ ഒരു ടേക്ക്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ തിരിച്ചടികൾ ഗൗരവമായി കണ്ട ആവശ്യമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കാൻ CPM ഒരുങ്ങുന്നതായും ബേബി ഇപ്പോൾ പറയുന്നുണ്ടല്ലോ. ഈ പറയുന്ന കാര്യങ്ങൾ വല്ലതും നടക്കൂ? ആദ്യം വീഴ്ച ഏറ്റുപറയേണ്ടത് CPM കേന്ദ്ര നേതൃത്വമാണ്. ഈ മുകളിൽ നിന്നും പടുത്തുയർത്തിയ പാർട്ടിയായിട്ടും സംസ്ഥാന ഘടകത്തെ നിയന്ത്രിച്ചു നിർത്തുന്നതിൽ വലിയ വീഴ്ച CPM PBക്കും കേന്ദ്ര കമ്മിറ്റിക്കും പറ്റിയിട്ടുണ്ട് എന്നത് ആദ്യം നേതൃത്വം ഉൾക്കൊള്ളണം. ആ വീഴ്ച സമ്മതിക്കുകയും വേണം. എന്നിട്ട് വേണം തെറ്റിദ്ധരുത്തൽ നടപടിയിലേക്ക് കടക്കാൻ. അങ്ങനെ ചെയ്യാതെ പാർട്ടിക്ക് സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് കേന്ദ്ര കമ്മിറ്റി തീരുമാനമെന്ന് ബേബി ചുമ്മാ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. മാറ്റം അടിമുടി വേണം. എങ്കിൽ മാത്രമേ ഇനി ഒരു തിരിച്ചുവരവ് കേരളത്തില് ഇടതുപക്ഷത്തിന് സാധ്യമാവുകയുള്ളൂ. ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതുൾപ്പെടെ നയപരമായ പല കാര്യങ്ങളിലും പിണറായി വിജയൻ എടുത്ത നിലപാട് അന്നേ CPM PB ഇടപെട്ട് തിരുത്തണമായിരുന്നു. ദൗർഭാഗ്യവശാല് അത് സംഭവിച്ചിട്ടില്ല. ഒടുവിൽ ഘടകകക്ഷിയായ CPI നിലപാട് കടുപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഈ പദ്ധതിയുമായി ഇടതു സർക്കാർ മുന്നോട്ട് പോകാതിരുന്നത് എന്നതുകൂടി നമ്മൾ ആരും മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ UDF സർക്കാർ PM ശ്രീ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ CPM-ന്റെ പ്രതിഷേധം ഏശാതിരിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സംഘപരിവാർ ബുദ്ധിയിൽ പിറന്ന ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയെ എതിർക്കാൻ CPIക്ക് അല്ലാതെ CPM-ന് ധാർമ്മികമായി ഒരവകാശവും ഇല്ല. അതെന്തായാലും പറയാതിരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ജാതിക്കും മതത്തിനും നിറത്തിനും എല്ലാം അതീതമായി മനുഷ്യരെ മനുഷ്യരായി മാത്രം കണ്ട് നിലപാട് സ്വീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ശബരിമലയിൽ അയ്യപ്പ സംഗമം നടത്തിയതും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസ വേദിയിൽ വെച്ച് CPM നേതാവായിട്ടുള്ള മന്ത്രി VN വാസവൻ വായിച്ചതുമെല്ലാം CPM-ന്റെ അടിത്തറ തകർക്കുന്ന നിലപാടായാണ് മാറിയിരിക്കുന്നത്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം VN വാസവനെ CPM-ൽ നിന്നും പുറത്താക്കണമായിരുന്നു. അത്രയും വലിയ തെറ്റാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രപരമായി തന്നെ ശത്രുവായി പ്രഖ്യാപിച്ച കാവ്യ രാഷ്ട്രീയത്തിന്റെ പ്രധാന മുന്നണി പോരാളിയെ അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചത് വഴി അന്നത്തെ ദേവസ്വം മന്ത്രി VN വാസവൻ ചെയ്തിരുന്നത്. ഈ ചടങ്ങിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഉളുപ്പുമില്ലാതെയാണ് ഔദ്യോഗിക കാറിൽ വെള്ളാപ്പള്ളി നടേശനെ ആനയിച്ചിരുന്നത്. വിദ്വേഷ പ്രസംഗം നടത്തി മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ഇത്തരം ആളുകളുമായുള്ള പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ അടുപ്പവും ചെങ്ങാത്തവുമാണ് ഇടതുപക്ഷത്തിന്റെ തിരിച്ചടിക്ക് മറ്റൊരു പ്രധാന കാരണം. CPM ജനറൽ സെക്രട്ടറി ഇപ്പോൾ പറയുന്ന മറ്റൊരു കാര്യം തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നിൽ പ്രധാനമായിട്ടും ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതിൽ പാർട്ടിക്കുണ്ടായ പോരായ്മ ഉണ്ടെന്നതാണ്. ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതിലുണ്ടായ പോരായ്മയാണ് അദ്ദേഹം ഇവിടെ എടുത്തു പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ വേറെയും പല തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും അതിൽ മനുഷ്യ സഹജമായ തെറ്റുകുറ്റങ്ങൾ ഉണ്ട് എന്നും ഇതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നതാണ് കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം എന്നും കൂടി ബേബി പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ച് എന്താണ് അഭിരാമിയുടെ ഒരു വിലയിരുത്തല്? ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുന്നത് തന്നെ വലിയൊരു കഷ്ടമാണ്.
എന്ന് മുതലാണ് ജനങ്ങളുടെ സ്പന്ദനം അറിയുന്നതിൽ CPM പിന്നോട്ട് പോയത് എന്നതാണ് നേതൃത്വം ആഴത്തിൽ പരിശോധിക്കേണ്ടത്. പിണറായി വിജയൻ മുതൽ CPM നേതൃനിരയിലെ ബഹുഭൂരിപക്ഷവും ജനവികാരം മനസ്സിലാക്കിയല്ല കഴിഞ്ഞ 5 വർഷവും ഭരിച്ചിരുന്നത് എന്നത് ഉറപ്പിച്ചു പറയാൻ ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും പറ്റും. അഹങ്കാരം, ധിക്കാരം, ധാർഷ്ട്യം തുടങ്ങി ജനങ്ങൾ വെറുക്കുന്ന എല്ലാ പ്രവൃത്തിയും പിണറായി മുതൽ താഴെ തട്ടിലുള്ള നിരവധി നേതാക്കൾ ചെയ്തിട്ടുണ്ട്. അധികാരത്തോടുള്ള ആർത്തി, അഴിമതി, സ്വജനപക്ഷപാതം എന്നിവയും ഇടതുപക്ഷ ഭരണകാലത്ത് വ്യാപകമായിട്ട് നടന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഏതോ രാജാവിന്റെ ഓഫീസ് പോലെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നതും പറയാതിരിക്കാൻ വയ്യ. ഈ സ്ത്രീ വിഷയത്തിൽ പെട്ട് ഒരിക്കലും പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ P ശശിയെ തന്നെ തിരഞ്ഞു പിടിച്ച് പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയ പിണറായി വിജയന്റെ നടപടി യഥാർത്ഥത്തിൽ CPM പ്രവർത്തകരോടുള്ള ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ കീഴിൽ പോലീസ് എങ്ങനെയാണ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നത് എന്നത് വിലയിരുത്തുമ്പോഴാണ് പിണറായി കാലത്ത് പോലീസിനെ നിയന്ത്രിച്ചിരുന്ന ശശി എത്ര വലിയ പരാജയമായിരുന്നു എന്നത് നമ്മൾ തിരിച്ചറിയുന്നത്. ഈ മന്ത്രിമാർക്കും അതുപോലെ തന്നെ ഇടതുപക്ഷ MLA-മാർക്ക് പോലും ആക്സസ് ഇല്ലാത്ത തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ മാറ്റിയതിൽ P ശശിക്കും CM രവീന്ദ്രനും KK രാഗേഷിനും എല്ലാം വലിയ പങ്കാണ് ഉണ്ടായിരുന്നത്. ഇത്തരം തെറ്റുകൾ എവിടെ നിന്നും സംഭവിച്ചു എന്നത് മനസ്സിലാക്കി സംഘടനാ തലത്തിൽ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോയാലും മാത്രമേ ജനങ്ങളിനി CPM-നെ വിശ്വസിക്കുകയുള്ളൂ. അതിന് തല മുതൽ അടിമുടി മാറിയേ പറ്റൂ. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തും MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തും ഇരുന്ന് എന്ത് തെറ്റുതിരുത്തൽ നടപടി സ്വീകരിച്ചാലും അത് വെറും പ്രഹസനമായിട്ടാണ് മാറുക. അതുപോലെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും വലിയ പരാജയമാണ്. നിലവിലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും കാര്യക്ഷമമായല്ല പ്രവർത്തിച്ചിരിക്കുന്നത്. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ മന്ത്രിമാരെ പിടിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എടുത്തത് തന്നെ വലിയൊരു പിഴവാണ്. കഴിവുള്ള നേതാക്കളെ മാറ്റി നിർത്തി നടത്തിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപീകരണവും ഇടതുപക്ഷത്തിന്റെ തോൽവിയിൽ എന്തായാലും വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ ഒരു വ്യക്തി കേന്ദ്രീകൃത പ്രചരണവും തിരിച്ചടിക്ക് കാരണമായതായിട്ടുള്ള ഒരു വിലയിരുത്തലും ഈ CPM കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് അഭിരാമിയുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലേ? അക്കാര്യത്തിൽ ഇപ്പൊ ആർക്കാണ് സംശയം? നാട് നീളെ വെച്ച കൂറ്റൻ ഫ്ലെക്സുകളിൽ പിണറായി വിജയന്റെ പടത്തിന് കൊടുത്ത ക്യാപ്ഷൻ തന്നെ മറ്റാരുണ്ട് എന്നാണ്. 10 വർഷം തുടർച്ചയായി ഭരിച്ച് പെരുമാറ്റം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇടതുപക്ഷ അനുഭാവികളിൽ പോലും ഒരു വില്ലൻ പരിവേഷത്തിൽ നിൽക്കുന്ന ഈ പിണറായി വിജയനെ തന്നെ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുമ്പോൾ ഇത്രയും കാലം ചുവപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി വോട്ട് ചെയ്ത ഇടതുപക്ഷ അനുഭാവികൾ പോലും രോക്ഷാകുലരാകുമെന്നതും മാറി ചിന്തിക്കുമെന്നതും സ്വാഭാവികമാണല്ലോ. അതുകൂടി ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ മനുഷ്യ സഹജമായ തെറ്റുകുറ്റങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് ലളിതവൽക്കരിക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ വലിയ കുഴപ്പത്തിലേക്കാണ് CPM ഇനിയും തള്ളപ്പെടുക. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തെരഞ്ഞെടുത്തത് തന്നെ വലിയൊരു പിഴവാണ്. ദൃശ്യമാധ്യമങ്ങൾ 24 മണിക്കൂറും കണ്ണു തുറന്നിരിക്കുന്ന ഈ കാലത്ത് പിണറായിയുടെ ധിക്കാരപരമായ പെരുമാറ്റങ്ങൾ ഒപ്പമുള്ളവരെ പോലും അകറ്റുന്നതിലേക്കാണ് ഇപ്പോഴും പോകുന്നത്. ഇത് അത്യന്തം അപകടകരമായ സാഹചര്യമാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതൊന്നും ചോദ്യം ചെയ്യാൻ ഈ പാർട്ടിയിൽ ആരുമില്ലേ എന്ന ചോദ്യം ഉയരുമ്പോൾ സ്വയം വിമർശനം നടത്തേണ്ടത് ജനറൽ സെക്രട്ടറി മുതൽ ബ്രാഞ്ച് മെമ്പർ വരെയാണ്. വീഴ്ചകൾ എല്ലാവർക്കും ഒരേപോലെ അല്ലെങ്കിലും ഓരോ തലത്തിലും ഉണ്ടായ പോരായ്മകൾ മുഖം നോക്കാതെ തന്നെ പരിഹരിക്കപ്പെടണം. അതിനുള്ള ഒരു ആർജവമാണ് CPM ദേശീയ നേതൃത്വം ഇനിയെങ്കിലും കാണിക്കേണ്ടത്. ഇതൊക്കെയാണ് CPM പോലുള്ള പാർട്ടികളിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉയർന്ന ധാർമ്മിക നിലവാരം എന്നാണ് MA ബേബിയോട് ഈ ഒരു ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്.